ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 81-ാമത്തെ ദിവസം 7-ാം അധ്യായമായിട്ടുള്ള ജ്ഞാനവിജ്ഞാന യോഗം എന്ന അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഈ മഹാവാക്യങ്ങൾ ഏത് വേദങ്ങളിലാണ്, ഏത് ഉപനിഷത്തിലാണെന്ന് സ്വാമി പറഞ്ഞില്ല. 4 മഹാവാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ക്ഷമിക്കണം, അത് വിട്ടുപോയതാണ്. അങ്ങനെ ഏതായാലും ഓർമ്മിപ്പിച്ചത് നന്ന്. നമുക്കറിയാമല്ലോ, 4 വേദങ്ങളാണ്: ഋക്ക്, യജുസ്, സാമം, അഥർവം. അങ്ങനെ 4 വേദങ്ങൾ. ഈ 4 വേദങ്ങളുടെ സമസ്ത താത്പര്യത്തെ പ്രകീർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ സമസ്ത താത്പര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനെയാണ് ഈ മഹാവാക്യങ്ങൾ എന്ന് പറയാം. ആ മഹാവാക്യങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പം നമുക്ക് ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ആയിട്ടുള്ള വേദം എന്താണ് എന്നും നമുക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ ആ ക്രമം പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നാണ് പറയുക. ഈ വേദം 3 ഉള്ളല്ലോ, 4 ഇല്ലല്ലോ, ഇങ്ങനെയുള്ള കുറേ ഏടാകൂട വർത്തമാനങ്ങളൊക്കെ കേൾക്കാം. അതെന്താന്ന് പറഞ്ഞാൽ വേദത്രയി എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. വേദത്രയി എന്ന് പറയുമ്പം വേദത്തിൻ്റെ സ്വരൂപം 3 സ്വരൂപത്തോടു കൂടി, അത് ഗദ്യമുണ്ട്, പദ്യമുണ്ട്, ഗാനമുണ്ട്. അതാണ് ഗദ്യ പദ്യ ഗാനത്തോട് കൂടിയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഒന്നായിരുന്ന വേദത്തെ വ്യസിച്ചു, പകുത്തു എന്നുള്ളതാണ് വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്ന ഋഷി വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ വേദത്തിന് തന്നെ, ഓരോ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട്. അതാണ് ആദ്യ ഭാഗത്തെ മന്ത്രം അഥവാ സംഹിത എന്ന് പറയും, 2-ാം ഭാഗത്തെ ബ്രാഹ്മണം, 3-ാം ഭാഗത്തെ ആരണ്യകം, 4-ാം ഭാഗത്തെ ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ 2 മന്ത്രവും അല്ലെങ്കിൽ സംഹിത ബ്രാഹ്മണവും കൂടെ ചേരുന്നതാണ് കർമ്മകാന്ഡം എന്ന് പറയുന്നത്. ആരണ്യകവും ഉപനിഷത്തും ചേരുന്നതിനെയാണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഓരോ വേദങ്ങളിലും ഈ 4 ഭാഗങ്ങളുണ്ട്. ഉപനിഷത്തുകൾ വേദാന്തം എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ സംഹിതയിൽ ഉപനിഷത്തുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാം. അപ്പോൾ അതിനെ വേദാന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമസ്ത താത്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഏതായാലും ഈ ഋഗ്വേദത്തിൽ ഐതരയോപനിഷത്തിലാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യം വരുന്നത്. ഋഗ്വേദത്തിൽ ഐതരേയത്തിൽ. അപ്പോൾ ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതിന് പ്രകൃഷ്ടമായ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ 1-ാമത്തെ വേദം ഋഗ്വേദത്തിലെ ഐതരയോപനിഷത്തിൽ വരുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ. പിന്നെ ഋക്ക് കഴിഞ്ഞാൽ പിന്നെ യജുർവേദമാണ്. ആ യജുർവേദത്തിൽ വരുന്ന ഉപനിഷത്തുക്കളിൽ തന്നെ വലിയ ഉപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൃഹദാരണ്യകം. ആ ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന മഹാവാക്യം. അപ്പോൾ യജുർവേദ അന്തർഗതമായിട്ടുള്ള ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് എന്ത് വരുന്നത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ അതാകുന്നു എന്നത്. അത് അനുഭവവാക്യമാണ്. മറ്റത് മനനം ചെയ്യാനുള്ളതാണ്. ഐതരേയത്തിൽ വരുന്ന പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് മനനത്തിനുള്ളതാണ്. അപ്പോൾ ഋഗ്വേദം, യജുർവേദം. ഇനി സാമവേദം. ഈ സാമവേദത്തിൽ വരുന്നതാണ്, സാമവേദത്തിൽ ചാന്തോക്യോപനിഷത്തിൽ വരുന്നതാണ് ഈ പറഞ്ഞ തത്വമസി എന്ന് പറയുന്നത്. ഇനി അഥർവവേദം. ആ അഥർവവേദമായിട്ടുള്ള മുണ്ടകത്തിൽ വരുന്നതാണ്, മാണ്ഡൂക്യത്തിൽ വരുന്നതാണ് അയമാത്മാ ബ്രഹ്മ. അപ്പോൾ മാണ്ഡൂക്യോപനിഷത്തിൽ വരുന്ന അയമാത്മാ ബ്രഹ്മ, ബൃഹദാരണ്യകത്തിൽ വരുന്ന അഹം ബ്രഹ്മാസ്മി, ചാന്തോക്യത്തിൽ വരുന്ന തത്വമസി, അതുപോലെ ഐതരയോപനിഷത്തിൽ വരുന്ന പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെ ഈ മഹാവാക്യങ്ങളും വേദങ്ങളും, ഇതാണ് ഇതിൻ്റെ താല്പര്യം. പ്രജ്ഞാനം ബ്രഹ്മ
അനുഭവജ്ഞാനമായിട്ടുള്ള ഇത് തന്നെയാണ്. അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാലും ഈ ആത്മാവ് തന്നെയാണ് അത്. ഇതാണ് ഇത് നാലും. നമുക്ക് ഈ ഉപനിഷത്തുക്കളെ എടുത്തിട്ട് ആ ഭാഗം നമുക്ക് നമ്മുടെ പ്രഭാഷണം ഉണ്ട്. ഇതിൽ 4 മഹാവാക്യങ്ങളെക്കുറിച്ച് പറയുന്ന പ്രഭാഷണമുണ്ട് യൂട്യൂബിൽ. നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ഇവിടെ 7-ാം അധ്യായമായിട്ടുള്ള ഈ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ തത്പദ നിരൂപണം ഭഗവാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ സാമാന്യമായിട്ടൊന്ന് കണ്ടിട്ടുള്ളത്. ഭഗവാന്റെ ആരംഭം തന്നെ മയ്യാസക്ത മനാഃ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തക്ഷണു. അർജുന, എന്നിൽ ആസക്ത മനസ്സോട് കൂടിയിട്ടുള്ള, എന്നെ ആശ്രയിച്ചിട്ടുള്ള, എന്നിൽ യോഗത്തെ ഞാനുമായി ചേരാൻ ശ്രദ്ധാലുവായിട്ടുള്ള നിനക്കായിക്കൊണ്ട് ഞാൻ സമഗ്രം പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ടോ ആ തത്പദത്തെ ഒന്ന് ഭഗവാൻ ഒരു ഗംഭീര അഡ്വർടൈസ്മെൻറ്റ് നടത്തുകയാണ്. എന്താണത്? ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യശേഷതഃ യത് ജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. യത് ജ്ഞാത്വാ ഭൂയഃ ഇഹ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ, കേട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഭൂലോകത്തിൽ അറിയേണ്ടതായിട്ട് ശേഷിക്കുന്നില്ല അർജുന. ഇതിനെയാണ് നമ്മൾ ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറഞ്ഞത്. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്. തുടർന്ന് ഭഗവാൻ എന്തൊക്കെയാണ് പറയുന്നത്? വളരെ പ്രസിദ്ധമായിട്ടുള്ള, നമ്മളെപ്പോഴും ഇതിനു മുമ്പ് തന്നെ അനവധി തവണ ഉദാഹരിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് ഭഗവാൻ അടുത്ത് പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. പരമപ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകം 7-ാം അധ്യായത്തിൽ. തക്ഷണു, അതിനെക്കുറിച്ച് കേട്ടാലും എന്നാ പറഞ്ഞത്. ഇനി അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? മനുഷ്യാണാം സഹസ്രേഷു, മനുഷ്യരുടെ 1000 മനുഷ്യന്മാരിൽ വെച്ച് കശ്ചിത് യതതി സിദ്ധയേ, കശ്ചിത് സിദ്ധയെ യതതി, ഒരുവൻ അതിനെ ലഭിക്കാനായി, അറിയാനായി പ്രയത്നിക്കും. യതതാം അപി, അപ്പം യതതാം സഹസ്രേഷു, ആ യത്നിക്കുന്ന 1000-ൽ കശ്ചിത് ഒരുവൻ മാം തത്വതഃ വേത്തി, എന്നെ അറിയേണ്ട വിധത്തിൽ അറിയുന്നു. തത്വതഃ വേത്തി, അത് വളരെ പ്രധാനമാണ്. താത്വികമായി അറിയുന്നു, എൻ്റെ നിജസ്ഥിതിയെ ശരിയാം വിധത്തിൽ അറിയുന്നു. ഇതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും ലഭ്യമല്ല, എല്ലാവരും അറിയുന്നില്ല എന്ന് പറയുന്നത് എന്താ? ഭഗവാൻ തന്നെ ഇതിൽ പറയുകയാണ്. അപ്പം നമ്മുടെ ആത്മാർത്ഥതയെ അതിനനുസരിച്ചായിരിക്കും. അപ്പം കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസിനോട് പറയുന്നത് ഇതിൻ്റെ വേറൊരു രീതിയിലാണ്. പരാഞ്ചികാനി വിദൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. അമൃതത്വം ഇച്ഛൻ, മരണമില്ലായ്മയെ ആഗ്രഹിക്കുന്ന ഒരുവൻ അന്തരാത്മാവിനെ പ്രത്യേകാത്മാനം ഐക്ഷത്, അതിനെ കണ്ടു. ആരാ കണ്ടത്? കശ്ചിത് ധീര, ഒരു ധീരൻ, ഒരുവനാണ് അത് കണ്ടത്. ഒരുവൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ.
എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? അതാണ് ഉപനിഷത്തിൽ അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ്? പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ. വിധാതാവ്, സൃഷ്ടികർത്താവ് നമ്മളെ സൃഷ്ടിച്ചതേ പുറമേക്ക് നോക്കാനായിട്ടാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്കാണ് വെച്ചത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പുറമേ ഉള്ളതിനെ അറിയാൻ എന്നുള്ള പരിപാടിയാണ് ഇതിൻ്റെ പരിപാടി. ഇവനൊക്കെ ഈ അറിയുന്ന ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതറിയുന്നത്? അവനെ അറിയണം എന്ന് ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്ദ്രിയനാഥനായിട്ടുള്ള ഈ ജീവൻ അതിന് ശ്രമിക്കുന്നുമില്ല. അപ്പം അതിന് ശ്രമിക്കുന്നവൻ, അതാണ് പറയുന്നത്, വിധാതാവായിട്ടുള്ള സ്വയംഭൂ പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. തസ്മാത്, അതുകൊണ്ട് തന്നെ അന്തരാത്മാവിനെ കാണുന്നില്ല, പുറത്തേക്കാണ് സൃഷ്ടിച്ചത്. പക്ഷെ കശ്ചിത് ധീരഃ പ്രത്യേക ആത്മാനമൈക്ഷത്, ഒരുവൻ അതിനെ കണ്ടു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ അവൻ ഉള്ളിലേക്കാക്കി. കണ്ണുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ചു. എന്നിട്ടോ അവൻ അതിനെ കണ്ടു. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് നിയമനം ചെയ്ത് ഇന്ദ്രിയഗ്രാമം സംനിയമ്യ, വരാൻ പോകുന്നതിൽ പറയും. മുൻപ് എങ്ങനെയാണോ ധ്യാനയോഗത്തിൽ ഇത് പറഞ്ഞത്, അതൊക്കെ അത് 1000-ൽ-ഒരുവനാണ്. ഇത് തന്നെയാണ് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിക്കുന്നത്. അങ്ങനെയാണ്. ആത്മാവിനെ എന്നുള്ളതിന് ഗുരുദേവൻ കരുവിന് എന്ന് പറഞ്ഞു. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 തെരുതെര വീണു വണങ്ങിയോതിടേണം. അതെങ്ങനെയാണ് അതിനെ സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ള വഴി ഗുരു പറഞ്ഞു. അപ്പം ഇവിടെയും ഭഗവാൻ എന്താ പറയുന്നത്? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. 1000-ങ്ങളിൽ ഒരുവൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ആ പ്രയത്നിക്കുന്നവരിൽ ഒരുവൻ എന്നെ, ആ സത്യത്തെ അറിയുന്നു. തുടർന്ന് എങ്ങനെയാണ് എന്നെ അറിയുന്നത്? ഇനി ഭഗവാൻ ഞാൻ ആരാണ് എന്ന് പറയുക. അപ്പോൾ ഈ 1000-ൽ-ഒരുവൻ അറിയുന്നു. ഇപ്പോഴിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ഗണത്തിൽ ഈ 1000-ൽ നമ്മൾ പെടാത്തത് എന്നുള്ളത്, ആ ഒരുവനാവാത്തത് എന്നുള്ളത് മനസ്സിലാവും. ഭഗവാന്റെ അഡ്രസ്സ് വെളിപ്പെടുത്തുക. എവിടെയാണ് ഞാനുള്ളത്, എൻ്റെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഉള്ളത് വെളിപ്പെടുത്തുന്നു. ഭൂമിരാപോ നലോ വായുഹു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇദീയം മേ ഭിന്ന പ്രകൃതിരഷ്ടധാ. എൻ്റെ പ്രകൃതി 8 പ്രകാരത്തിലാണ് അർജുന. എൻ്റെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, എൻ്റെ എല്ലാ അഡ്രസ്സുകളും ഞാനിതാ നിനക്ക് പറഞ്ഞു തരാം. ഇന്നടുത്തൊക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പറയാം. ക്ലബ് ഹൗസ്, ഇതൊക്കെ ഞാൻ പറയാം. എവിടെയൊക്കെയാണ് ഞാൻ ഇരിക്കണത് എന്ന്. എവിടെയൊക്കെയാണ്? ഭൂമിഹി ആപഹ അനലഹ വായുഹു ഖം മനഃ ബുദ്ധിഹി അഹങ്കാരഃ. ഇങ്ങനെ 8 പ്രകാരത്തിൽ മേ പ്രകൃതി, എൻ്റെ പ്രകൃതി ഈ പ്രകാരത്തിൽ 8. അഷ്ടധാ ഭിന്ന ഏവ മേ ഇയം പ്രകൃതി. ഭൂമി, അപ്പം ഭൂമിയെ നമുക്ക്, അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന പേര് വരുന്നത്. ഭൂമിക്ക് നാഥനാണ്. ഭൂമി, ജലം, ആപ, ജലം ഞാനാണ്, ഭൂമി ഞാനാണ്. അനലഹ, അഗ്നി ഞാനാണ്. വായു ഞാനാണ്. ഖം, ആകാശം ഞാനാണ്.
അപ്പോൾ പഞ്ചമഹാഭൂതങ്ങൾ ഞാനാണ്. മനസ്സ് ഞാനാണ്. ബുദ്ധി ഞാനാണ്. അഹമെന്ന ബോധം, ആ കർത്തൃത്വം, അതും ഞാനാണ്. അപ്പം എൻ്റെ 8 പ്രകൃതി, 5 മഹാഭൂതങ്ങളും പിന്നെയോ മനസ്സും ബുദ്ധിയും അഹമെന്ന ബോധവും, ഈ 8 അർജുന ഞാൻ. അഷ്ടതാ ഭിന്ന ഏവമേ ഇയം പ്രകൃതി. 8 പ്രകാരത്തിൽ എൻ്റെ പ്രകൃതി ഇങ്ങനെ വിലസിച്ച് നിൽക്കുന്നു. ഇത് ഈശ്വരനാണ്. എന്തൊരു വലിയൊരു ഒരു 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 ദർശനമാണ്. നമുക്ക് ഭൂമി ഭഗവാനാണ് എന്നൊരു ഭാവം ഉണ്ടായാൽ ആ ഭൂമിയോട് നമുക്ക് എന്ത് ആദരവാണ് ഉണ്ടാവുക? ഈ ആദരവ്, ഭൂമിയെ പൂജ ചെയ്യുക, ഭൂമിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടനെ ഈ സാമ്പ്രാണി, ഈ പറഞ്ഞ ഈ ഏടാകൂടങ്ങൾ ഇല്ലാണ്ടുള്ള പരിപാടി നമുക്കില്ല. ഭൂമി പൂജ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നതേ ഭൂമിക്ക് ഹാനി ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഭൂമി പൂജയ്ക്ക് ആളെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കുറേ പരിപാടിയൊക്കെ നടത്തിയിട്ട് പായസം വെച്ച്, നെയ്പായസം എന്തോ വെച്ചിട്ട് എല്ലാവർക്കും പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൽ കൊടുത്ത് അവർ ആ പ്ലാസ്റ്റിക് പ്ലേറ്റും കപ്പും ഒക്കെ അവിടെ ഇട്ട് പോയി. ഇതാണ് ഭൂമി പൂജ. എങ്ങനെയുണ്ട്? എന്തെങ്കിലും അതിനെക്കുറിച്ച് അന്തവും കുന്തവും അറിഞ്ഞിട്ടാണോ ഈ പൂജ? ഈ പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഏതോ ഒരു നമ്പൂരിയെ കൊണ്ടുവന്ന് ഇരുത്തി മൂപ്പര് 4 സ്വാഹ പറയുന്നതാണ് പൂജ എന്നാണ്. 4-ാം അധ്യായത്തിൽ എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംബോളിക്കായിട്ട് ഇതാണ് ആ ചെയ്യുന്നത് എന്നറിയാതെ, അതാ ചിന്തയില്ലാതെ വരുമ്പോഴാണ് ഇതൊക്കെ പ്രകൃതിക്ക് ഹാനിയാക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. ജലം, ഈ നദിയുടെയൊക്കെ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയെ മോചിപ്പിക്കാൻ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഭക്തന്മാരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്? ഈ ഭക്തന്മാർ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇറങ്ങിയത് നമുക്കറിയാം അല്ലേ? ഏതെങ്കിലും ഒരു നദിയെ വീണ്ടെടുക്കുന്നതിന്, ജനങ്ങളെ ബോധവത്കരിക്കുക. കാരണം എന്താ? നദി ഭഗവാനാണ്. വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ഈ പഞ്ചമഹാഭൂതങ്ങളെയും ഓവർ ടൈം എടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഇതേ ഭഗവാന്റെ പേര് പറയുന്ന ആൾക്കാരാണ്. എല്ലാ മതസ്ഥരും ഉണ്ട്. ആരും മോശക്കാരല്ല. നമ്മൾ കേരളത്തിലെ 44 നദികളുടെ തീരത്തു കൂടെ ഒരു യാത്രയൊക്കെ പണ്ട് സംഘടിപ്പിച്ച, നദിയുടെ ശോച്യാവസ്ഥയ്ക്ക് ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ. പല സ്ഥലങ്ങളിലും നദിയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളാകട്ടെ, പള്ളികളാകട്ടെ, ഇവരെല്ലാം അവരുടെ മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്നത് നമ്മുടെ നദികളിലേക്കാണ്. യാതൊരു ഇതുമില്ല. പലയിടത്തും പോയിട്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ എച്ചില ഇലകളൊക്കെ കൊണ്ടുപോയി നേരെ തള്ളുക. അതേ സ്ഥലത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ പഴയ ഒരു സംസ്കാരത്തിൽ, ക്ഷേത്ര സംസ്കാരത്തിൽ തന്നെ ചില നദികളിലൊക്കെയാണ് അതിൻ്റെ ആറാട്ടുകടവ് എന്നാണ് പറയുക തന്നെ. ആറാട്ടുകടവ്, ആ ക്ഷേത്രത്തിലെ ദേവൻ ആറാടുന്നതാണ്. വർഷത്തിലൊരിക്കലാണല്ലോ ഉത്സവം ഉണ്ടാകുമ്പോൾ ആറാട്ട് ആ ക്ഷേത്രത്തിലാണ്, ആ നദിയിലാണ്. അപ്പോൾ ഈ പ്രതിഷ്ഠ, ഈ വിഗ്രഹമായിട്ട് ആ തിരുമേനി അതിനെ 2 കൈയിലും നെഞ്ചോട് ചേർത്ത് വെച്ച് മുങ്ങും. ഭഗവാന്റെ ആറാട്ടുകുളിയാണ് ഇത്, ഈ നദിയിലാണ്. അപ്പോൾ ഈ വർഷാവർഷം ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭഗവാൻ കുളിക്കുന്നതാണ്, ഭഗവാന്റേതാണെന്നുള്ള ചിന്ത ഉണ്ടോ? നമ്മൾ അതിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾക്ക് ഈ ഭക്തന്മാരിത്, ഇത് നിരീശ്വരവാദികളൊന്നുമല്ല തള്ളുന്നത്, കൂടുതലും ഭക്തന്മാരാണ്. പമ്പയിലൊക്കെ തള്ളിയിരുന്ന മാലിന്യത്തിൻ്റെ കണക്ക് എത്രയാണ്? അത് കർശനമായി ഗവൺമെൻറ് നിരോധിച്ചത് കൊണ്ടും, പിന്നെ അവിടെ ഈ തുണി അതും ഇതുമൊക്കെ കൊണ്ടിടുന്നതൊക്കെ എന്താ പറയുക, എടുക്കാൻ കോൺട്രാക്റ്റ് വെച്ച് അവർ കാശ് സർക്കാരിന് കൊടുത്തിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും അത്
തുണി മടക്കി നമ്മൾ വീണ്ടും അത് മേടിക്കും മാർക്കറ്റിൽ നിന്ന്, ഈ കറുത്ത മുണ്ടൊക്കെ. അല്ലാത്തതെല്ലാം തന്നെ അത് ശേഖരിക്കുക, പിന്നെ അത് ഇടരുത് എന്ന് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരം. അപ്പോൾ വാസ്തവത്തിൽ ഈ ഗീതാ ദർശനത്തിൽ ഭഗവാൻ പറയുന്ന എൻ്റെ 8 പ്രകൃതിയിൽ 3 മനസ്സ്, ബുദ്ധി, അഹം എന്ന ബോധം, അത് മാറ്റി വയ്ക്കാതെ നമുക്ക് പിന്നെ നോക്കാം. അതിലെ ദുഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ബാക്കി എല്ലാ ദുഷിപ്പും ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രകൃതിയെ ശബ്ദമലിനീകരണം കൊണ്ടും വായുമലിനീകരണവും ഈ പഞ്ചമഹാഭൂതങ്ങളെയും മലിനപ്പെടുത്തുന്നതിൽ മതവിശ്വാസികൾക്ക് പങ്കില്ലേ? വലിയ പങ്കുണ്ട്. അതിനെ കുറച്ചെങ്കിലും പരിക്കേൽപ്പിക്കാതിരിക്കുന്ന പ്രകൃതി ഈ സ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് ഈ ഭക്തന്മാർക്ക് പുച്ഛവുമാണ്. കാരണം അവർക്ക് ഇവരോട് പുച്ഛമുണ്ട്, സ്വാഭാവികമാണ്. കാരണം അവരിതൊക്കെ മനസ്സിലാക്കിയവരുമാണ്. എന്നിട്ട് അവരാലോചിക്കുക ഇവരെന്താ ഇങ്ങനെ ചെയ്തതെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗീതാ ദർശനം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ഈ 1000-ൽ ഒരുത്തൻ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത്? അത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു നമ്മൾ ഈ പന്തളത്ത് അവിടുത്തെ ക്ഷേത്രം ഈ എച്ചിലേല കൂമ്പാരായിട്ട് കിടക്കുകയാണ് നദിയിലിട്ടിട്ട്. അപ്പോൾ ആ ക്ഷേത്ര ഭാരവാഹികളോട് നമ്മൾ സംസാരിച്ചു, നിങ്ങളിതിങ്ങനെ. അപ്പോൾ അവരൊരു ധിക്കാരത്തോടു കൂടിയിട്ടാണ് നമ്മളോട് ആകെ നല്ല മര്യാദയിൽ സംസാരിക്കുക, അതിന് വേണ്ട പരിഹാരം ഉടനെ തന്നെ ചെയ്യും, അത് അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മുത്തപ്പൻകാവിൽ നിന്ന് മാത്രമാണ്. മാതൃഭൂമിയായിട്ട് സഹകരിച്ചുകൊണ്ടായിരുന്നു ഈ നദീജല ഇതുണ്ടായിരുന്നത്. കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞയൊക്കെ എടുപ്പിച്ചിരുന്നു, എല്ലാവരെയും കൂടിയിട്ട്, ഞാൻ എൻ്റെ നദിയെ മലിനപ്പെടുത്തില്ല എന്നുള്ളത്. അങ്ങനെ അന്ന് നമ്മൾ സർക്കാരിൽ, അന്ന് ഒരു പ്രേമചന്ദ്രൻ ഇതിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മൂപ്പരിൽ സമർപ്പിച്ചു, ഈ പാലങ്ങൾക്ക് കുറുകെ നമ്മൾ ബാരിക്കേഡുകൾ കെട്ടണം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇത് നേരെ താഴേക്ക് കൊണ്ടിടുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഗവേഷണത്തിൽ നമുക്ക് പിടികിട്ടിയിട്ടുള്ള ഈ അറവുശാലയിലെ മാലിന്യം, ഇതെല്ലാം പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുക, പെട്ടി ഓട്ടർഷ, എന്നിട്ട് തട്ടുക. അങ്ങനെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഇതിനൊക്കെ ബാരിക്കേഡുകൾ വന്നു. ആ ബാരിക്കേഡുകളിൽ നമുക്ക് പരസ്യങ്ങൾ ഇതാക്കിയിട്ട് ആ പരസ്യം ഒരു വരുമാനമാക്കുകയും അത് നന്നായി സുരക്ഷിതമായിട്ട് ഇതാക്കുകയും ബോധവൽക്കരണം, അങ്ങനെ നല്ല വിശദമായ നല്ലൊരു പ്രോജക്റ്റാണ് കൊടുത്തിരുന്നത്. അതൊന്നും അല്ലെങ്കിലും കുറേ ബാരിക്കേഡുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നദികൾക്കൊക്കെ കുറുകെ. നിങ്ങൾ ഡൽഹിയിൽ യമുനയുടെ ബാരിക്കേഡ് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. കുത്തബ് മീനാറിൻ്റെ വലിപ്പമുള്ള ബാരിക്കേഡാണ്. കാരണം എന്താ, എന്നിട്ടും ആളുകൾ പൊക്കിയെറിയാണ്, ഷോർട്ട് പുട്ട് പോലെ പൊക്കിയെറിയുക നദിയിലേക്ക്. അതുകൊണ്ട് ആരോ യമുനയിൽ കുടിക്കാൻ പോയിട്ട് കുളിക്കുക, അതിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല 10 മിനിറ്റ്. എന്നാൽ യമുനോത്രി പോയാലോ, എന്ത് സ്വച്ഛമായിട്ടുള്ള ജലമാണ് യമുനോത്രി. ഒരു 300 കിലോമീറ്റർ പോലും ഓടുന്നില്ല താഴേക്ക് എത്തുമ്പോഴേക്കും. നിങ്ങൾ യമുനയുടെ ഏറ്റവും ശോച്യാവസ്ഥ കാണണമെങ്കിൽ താജ്മഹലിൻ്റെ പിറകിൽ നിന്ന് നോക്കണം. അവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല. ഭഗവാനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ എന്താ, യമുനാ തീരവിഹാരി വൃന്ദാവന സഞ്ചാരി ഗോപാലകൃഷ്ണ മുരാരി. ആ യമുനയുടെ തീരത്ത് എന്തുകൊണ്ടാ നിങ്ങൾ പശുവിനെ ആരെങ്കിലും എന്തോ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നദികളുടെ കാര്യത്തിൽ മാലിന്യപ്പെടുത്തുന്നതിൽ ഹരിദ്വാറിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യം. നമ്മൾ ഹിമാലയത്തിലേക്ക് യാത്രകൾ നടത്തുമ്പോൾ നമ്മുടെ കൂടെ യാത്ര വന്നിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഒരിക്കലും ആരെയും തന്നെ ആരതിയായിട്ട് ഈ വലിയ താലത്തിൽ ഈ എണ്ണയും അതും ഇതും പൂക്കളും ഒക്കെ കൂടെ വെച്ചിട്ട് ഗംഗയിൽ ഒഴുക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ ആളുകളോട് പറയാറുണ്ട്.
ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത്. ഗംഗയ്ക്ക് അത് ആവശ്യമില്ല. ഇത് പോയി കൂടി കൂടി മലിനമാകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരത്തെ ഈ പറഞ്ഞ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പം കാണുന്ന ഒരു ഇതാണ്. അത് ഉണ്ടാക്കുന്ന ഡാമേജ് എത്രയാണെന്ന് അറിയില്ല. അതിൽ ഗംഗയിൽ ഗംഗാപൂജ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വൃത്തികേടുകൾ വേദത്തിൽ കൃത്യമായ നിർദ്ദേശം തന്നെ ഉണ്ട് നദീപൂജ എങ്ങനെയാണെന്നുള്ളത്. നദിയിൽ മറ്റൊന്നിനെയും കൊണ്ട് തർപ്പണം ചെയ്യരുത്. ജലം അതിൽ നിന്ന് തന്നെ എടുത്ത് ജലം കൊണ്ട് അതിനെ തർപ്പണം ചെയ്യാമെന്ന്, മറ്റൊന്നും നിക്ഷേപിക്കരുത് അതിൽ. അതൊക്കെ അതിനാവശ്യമില്ലാത്ത അതിൻ്റെ ആൻറ്റിബോഡികളാണ്. പിന്നെ വല്ല മത്സ്യങ്ങൾ തിന്നുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. ഇത് അതിൽ നെയ്യൊഴിക്കുക, തൈരൊഴിക്കുക, പാല്, അതിനെ അഭിഷേകം ചെയ്യുക ഗംഗയെ. വിവരക്കേട് എന്നല്ലാതെ എന്താ പറയുക അതിലൊക്കെ എണ്ണയും ഇതുമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം അത് എവിടെയാണ് പോയിട്ട് ശേഖരിക്കപ്പെടുന്നത്? അതിലെ ജീവജാലങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താ? അതിനെ സ്വച്ഛമായി, അതാണ് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഇവിടെയൊക്കെ വരുമ്പോഴുള്ള നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഈ രാജ്യങ്ങളിൽ, നമ്മളോടിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും ഇഷ്ടം, ഇപ്പോൾ നമുക്കിവിടെ ഈ ഷിക്കാഗോയിലാണ്, ഇവിടെ ലേക്ക് മിഷിഗണിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കാം. അത്രയും വലിയ സമുദ്രം പോലത്തെ ഒരു ഇതാണ്. കാരണം അവരാരും അതിലുള്ളിൽ മൂത്രമൊഴിക്കുക പോലും ചെയ്യില്ല. ഇവരിപ്പോൾ ഭഗവത്ഗീത പഠിച്ചവരല്ല. പ്രകൃതിയെ പരിരക്ഷിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് നാട്ടിലേക്ക് വരണം. നമ്മുടെ കിതാബിൽ ഇതെല്ലാം ഗംഭീരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കിതാബിൽ അതൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ അവരതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ചപ്പ് ചവറുകൾ അത് ഇതൊക്കെ അലക്ഷ്യമായിട്ട് കിടക്കുക ഒക്കെ വളരെ, ഒരു മിഠായി പോലും കഴിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു തല്ലിപ്പൊളി ഒരുത്തനാണെങ്കിലും ആ റേപ്പർ പോക്കറ്റിലിട്ട് എവിടെയാണോ ഡസ്റ്റ്ബിൻ അതിലേ ഇടുള്ളൂ. അപ്പം നമ്മൾ ഈ ഗീത പഠിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം അത്. ഇതിനെ നമ്മൾ ഈ പ്രകൃതിയിലെ 5 മഹാഭൂതങ്ങളെ ഭഗവാൻ ഇത് ഞാൻ നിനക്ക് ഒന്നൊഴിയാതെ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, 1000-ൽ ഒരുത്തനെ ഇതിനെ അറിയുന്നുള്ളൂ. അതും ശരിയാ. നമ്മുടെ 1000-ൽ ഒരാളിത് അറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. പലതും പറയാൻ പറ്റില്ല, പറഞ്ഞാലപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നക്കാരനാവും. അതുകൊണ്ട് ഈ ധർമ്മശാസ്ത്രം പറയുക എന്നുള്ളത്, അതേപോലെ പറയുക എന്നുള്ളത് വലിയൊരു ഒരു റിസ്ക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ. ശബ്ദമലിനീകരണം, വെടിവെക്കൽ, ക്ഷേത്രമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഈ വെടിപൊട്ടിക്കൽ. ഈ വെടി പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പരിസരത്തുള്ള ഗർഭിണികളായിട്ടുള്ളവർക്ക്, കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മാത്രം ആ പ്രദേശത്ത് ആ ഒരു മരത്തിലും ഒരു കിളിയും കൂട് വയ്ക്കില്ല. അതിനെ കുട്ടികളെ വിരിയിപ്പിക്കാൻ ആ ഭാഗത്ത് അത് ചെയ്യില്ല. കാരണം എന്താ? ഇതിങ്ങനെ പൊട്ടുമല്ലേ, ടപ്പോ ടപ്പോ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? വെടിവെച്ചാങ്കോവിൽ എന്നാണ് നമ്മൾ പേര് തന്നെ ഇട്ടിട്ടുള്ളത്. നമ്മളതിൻ്റെ അടുത്താണ് കഴിയണത്, അതുകൊണ്ട് നമുക്കറിയാം. കോടതി പറഞ്ഞു പൊട്ടിക്കരുത്, എന്നിട്ട് കോടതി തന്നെ ഒരു വ്യക്തതയൊന്നുമില്ല. ഇത് ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല, അതിലുള്ളതല്ല. ഈ കവാത്തൊക്കെ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന ഇതുള്ള അവരുടെ വേണ്ടാധീനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഇതുമായിട്ട്, എന്തൊക്കെ സമൂഹത്തിൽ വേണ്ടാധീനങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ അതിലൊരു ഭക്തിയുടെ, മതത്തിൻ്റെയൊക്കെ ഒരു പരിവേഷം ഉണ്ടാക്കിയാൽ എല്ലാ തോന്നിവാസങ്ങളും നമുക്ക് നടത്താം. ഈ ആനയൊക്കെ പീഡിപ്പിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതിലൊരു ഭക്തിയുടെ ഒരു എലമെൻ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലോ മതത്തിൻ്റെ സുരക്ഷിതമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശാപം അതാണ്.
മതത്തിൻ്റെ ഒരു സാധനം അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഏത് ചൂതാട്ടത്തിനും, നാളെ ഗാംബ്ലിങ് തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള, ഇത് പണ്ട് ഭഗവാൻ ഞങ്ങളെ മഹാഭാരതത്തിലുണ്ട്, ചൂത് കളിച്ചിട്ടുണ്ട്, അങ്ങനെയാണ്, അതിലെല്ലാം ഓരോരുത്തർ കുത്തുവാള എടുത്താലും ന്യായീകരിക്കാം. എന്താ പറയുക, യുധിഷ്ഠിരനൊക്കെ അങ്ങനെ പോയിട്ട് അങ്ങനെ 14 കൊല്ലം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നതൊക്കെ പിടിച്ചെടുക്കുന്നു പറയും. ന്യായീകരണമുണ്ട്, ന്യായീകരിക്കാനുള്ള സ്കോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഗീത പറയൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഗീതാജ്ഞാനം ഉപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം എന്നാണ് പറഞ്ഞത്. ഞാൻ 3 ലോകങ്ങളെ പരിപാലിക്കുന്ന ഈ ഗീതാജ്ഞാനം കൊണ്ടാണ്. സംഗതിയൊക്കെ എന്തായാലും ഇവിടെ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഈ കാര്യം പറയണത്. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമേ ഭിന്നാ പ്രകൃതിരഷ്ടധ. ഈ 8 എണ്ണം ഇത് ഞാനാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ സംസ്കാരത്തിൽ രാവിലെ എണീറ്റ് കാൽപാദം താഴെ വയ്ക്കുമ്പം തന്നെ ഭൂമി വന്ദനമുണ്ട്. ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യാന്ത്രികമായിട്ടൊരു തലയിൽ തൊട്ട് വെച്ച് ഇങ്ങനെ തൊഴുത് സാമ്പ്രാണി പുകച്ചാൽ ആരാധനയായി എന്ന ധാരണ നമ്മുടെ പൊതുവെയുള്ള ആളുകളുടെ ഒരു ധാരണ അതാണ്. കുറച്ച് പൂവ് അതും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ മണി അടിച്ച് ഇങ്ങനെ അതായിന്ന. ബാക്കി എന്ത് താൻ ചെയ്യുന്ന ഈ പറഞ്ഞ താൻ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ ഒരിക്കലും ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഒരു സെമിനാറിൽ പങ്കെടുത്തിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേരളത്തിലൊരു കോളേജ് ക്യാമ്പസിൽ ഒരു പരിപാടി ആലോചിച്ചിട്ട് അത് അമ്പേ പരാജയപ്പെട്ടൊരു കാര്യമാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഈ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്ന ഒന്ന് ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കപ്പാണ്. അതിൽ വന്നിട്ട് ഈ അശുദ്ധ രക്തം ബ്ലഡ് ശേഖരിക്കും. അതിനെ എടുത്ത് പിന്നീട് കഴുകി അതിനെ വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ കഴുകുന്ന രക്തം വല്ല ചെടിക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്, പ്രോട്ടീനാണത്. അതാണ് അതിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും പോയാൽ തുളസിയൊക്കെ കരിഞ്ഞു എന്ന് പറയുന്ന വേറൊരു വർത്തമാനമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു റീയൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ പരിരക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരാൾ ഇത് ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ എത്ര ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓരോ മാസം. ഇതെവിടെയാണ് കൊണ്ടുപോയി തള്ളുന്നത്? നമ്മൾ ഈ ഒരിക്കൽ കൊല്ലത്ത് കുറച്ച് ആളുകൾ വിദേശത്ത് വന്ന് അവർ കൊല്ലം കാണിക്കാൻ വേണ്ടി ഒരു ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ ഈ ബോട്ടിൽ കയറുമ്പോൾ തന്നെ അവരൊരു മുല്ലമാല തന്നു. എല്ലാവരുടെ കഴുത്തിലും മുല്ലമാല ഇട്ടുകൊടുത്തു. അപ്പോൾ നമ്മുടെ കൂടുള്ള ആൾ പറയുകയാണ്. അപ്പോൾ എല്ലാവരും മണത്ത് നോക്കിയിട്ട് നല്ല ഇതുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴും ഇയാൾ ചോദിക്കുക എങ്ങനെയുണ്ട്, മണത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ മൂപ്പര് തന്നെ തമാശയായിട്ട് നമ്മളോട് പറയാം, ഇതെന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ റിസപ്ഷൻ എന്നുള്ളത് ഇവർക്ക് വലിയ സന്തോഷവും. 2 എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഭയങ്കര മണമാണ്, ഒരു രക്ഷയില്ല. കാരണം ഈ കൂന കൊണ്ടിട്ടിരിക്കുക. അതിൽ അദ്ദേഹം തന്നെ പറയാം ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന വലിയ മലയാണ് വേസ്റ്റിൻ്റെ. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഈ ഓസ്ട്രേലിയയിലെ ഈ ഒരു ക്യാമ്പിൽ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഇന്ത്യയിൽ ഈ ആർത്തവ സമരമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമല്ലേ, അതിനെ എന്താ പറയുക ദൂരെ നിർത്തേണ്ടതാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ ഇന്ത്യയെ കുറിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ഇവർ കണക്കാക്കുന്ന ഇന്ത്യ മൊത്തം ഇങ്ങനെയാണെന്നാണ്.
അപ്പോൾ അവർ പറഞ്ഞ ഇതിൻ്റെ ഒരു അങ്ങനെ അവിടുന്ന് വന്ന ഒരു സ്ത്രീ ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, നിങ്ങൾ പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് ഇത്തരം ഇത് ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞ ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. അത് ഒരു പ്രിൻസിപ്പലുമായിട്ട് ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ വല്ലാതെ നിരാശ തോന്നിപ്പോയി. അപ്പോൾ അവർ പറയുന്നത് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ശരിയായ പ്രകൃതി അനുസാരിയായിട്ടുള്ളൊരു ജീവിതം, ഇതാണ് ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് സ്പിരിച്വൽ ലൈഫിൽ ഞാൻ എന്തൊക്കെ ഡാമേജ് ഈ ഭൂമിക്ക് ഉണ്ടാക്കുന്നുണ്ട്, അപ്പം ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു കാര്യം ഞാൻ ചെയ്യില്ല. അപ്പം എനിക്ക് ഒരാൾക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചേഞ്ച് ഉണ്ടാക്കും? അങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടി പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ അത്രയും മുരടാവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ഈ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ എന്ന് പറയുന്നത്. കാരണം ഇവരോട് എങ്ങനെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. എന്നാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിത്യസംഭവമല്ലേ? സംസാരിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണോ? മലമൂത്ര വിസർജനാദികൾക്ക് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദ പോലെ ഇവിടെ ഒരു പ്രകൃതി അനുസാരിയായിട്ടുള്ള ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതില്ലേ? പണ്ട് കാലത്തെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ അമ്മമ്മയൊന്നും ഈ പുതിയ സംവിധാനം ഉപയോഗിക്കുന്നവരായിരുന്നില്ലല്ലോ. അവരൊക്കെ പ്രകൃതി അനുസാരികളായിട്ടാണ് ജീവിച്ചത്. അവർ തുണി ഉപയോഗിച്ചിരുന്നു, അതവർ കാരം പുഴുങ്ങി കഴുകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ ഈ ഡാമേജ് പ്രകൃതിക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഈ കിട്ടിയതൊക്കെ വലിച്ചെറിയുന്നത് തന്നെ നമ്മുടെ പഴയ ഒരു ശീലത്തിൽ നിന്നാണ്. പണ്ടങ്ങനെ നമുക്ക് അറിയായിരുന്നു, മത്സ്യം അതും ഇതൊക്കെ മേടിച്ചു കൊണ്ടുവരുന്ന ഇലയിലായിരിക്കും. ഇല കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ പത്രങ്ങളിലൊക്കെ പൊതിഞ്ഞു കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിലേക്കാണ് ഈ പ്ലാസ്റ്റിക്കും അതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതും ഇതൊക്കെ വന്നത്. ഈ ഹൽദിറാം എന്ന് പറയുന്ന വിദ്വാൻമാർ ഇന്ത്യയിൽ ചില്ലറയൊന്നുമല്ല അവർ ഈ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഈ കുർക്കുറെ കർക്കറെ എന്നൊക്കെ പറഞ്ഞ് കണ്ട വൃത്തികെട്ട സാധനങ്ങൾ മുഴുവൻ ഉള്ളിൽ എയറും കയറ്റിയിട്ട് എവിടെയൊക്കെ പോയാലും നമ്മൾ കാണുന്നത് ഇതാണ്. കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പിന്നെ ഈ പറഞ്ഞ ബോട്ടലുകൾ, ഇതൊക്കെ ഇങ്ങനെ കുന്നുകണക്കിന് ഇടുകയാണ്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും സ്ട്രിക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടലിലൊക്കെ ഏതെങ്കിലും ദൈവത്തിൻ്റെയൊക്കെ പടം ഒട്ടിച്ച് വെച്ചാൽ മതി, എന്നാൽ പിന്നെ സുരക്ഷിതമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാം. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടധ. അർജുന, എൻ്റെ ഈ പ്രകൃതിയെ നീ തിരിച്ചറിയും. ഈ പഞ്ചമഹാഭൂതങ്ങളെ ദുഷിപ്പിക്കുന്നത് പോലെ മനസ്സ് ദുഷിക്കുക. അപ്പം എൻ്റെ മനസ്സ് ഭഗവാനാണ് എങ്കിൽ എൻ്റെ ചിന്തകൾ, ബുദ്ധി, അഹമെന്ന ബോധം, അവിടെ ഞാനില്ല, പിന്നെ ഭഗവാനേ ഉള്ളൂ. ഈ നമ്മുടെ ദ്വാരകയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ദ്വാരകയ്ക്ക് അങ്ങനെ ഒരു പഴയ സംസ്കാരമുണ്ട്, കൃഷ്ണൻ്റെ ഇതെന്നുള്ള ഒരു ഗുജറാത്ത് ദ്വാരകയല്ല. അപ്പോൾ അവിടെയുണ്ട് ഈ റിക്ഷവണ്ടിയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. അവർ മാറ് 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 അങ്ങനെ ഒന്നും പറയില്ല, രാധേ 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 എന്ന് പറഞ്ഞിട്ടാണ് അവർ വരിക. അവർക്ക് ഈ ആളുകളൊക്കെ രാധമാരാണ്. ഒരുപാട് പേരുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ഉത്തരകാശിയിൽ ഗംഗോത്രിയിൽ ഒരു ഈശാവാസി ആശ്രമമുണ്ട്. പല ആശ്രമങ്ങളും, നമ്മളൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർ അതിന് എല്ലാം എന്ത് നമുക്കിങ്ങനെ കൊണ്ടുതരുമ്പോഴും അവരിങ്ങനെ പറയും. ആദ്യം തന്നെ അവർ വെള്ളം തരുമ്പോൾ റാം റാം പാനി, റാം റാം പാനി, റാം റാം പാനി എന്നാണ്, റമ്മും പാനിയും എന്നല്ല, റാം റാം, രാമനാകുന്ന ജലം, റാം റാം ചാവൽ, റാം റാം ചാവൽ, രാമനാകുന്ന ചോറ്, ചാവൽ എന്നാണല്ലോ പറയുക. റാം റാം റൊട്ടി, വട്ടത്തിൻ്റെ ചപ്പാത്തി ഒരു റൊട്ടിയാണ്, റാം റാം റൊട്ടി, റാം റാം സബ്ജി, എല്ലാം രാമനാണ്. രാമനാകുന്ന റൊട്ടി, രാമനാകുന്ന ചോറ്, രാമനാകുന്ന ജലം. അങ്ങനെ ഇതിൽ കണിശമായി പാലിക്കുന്ന ആ ഒരു എത്രയോ ആശ്രമങ്ങളുണ്ട്. എന്നാൽ അതിന് ഘടകമായി വിരുദ്ധമായി ഗംഗാജിമേ ഫേക് ദോ, അതിലേക്കിട്ടേക്ക് യാതൊരു മടിയില്ലാതെ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. എന്നിട്ട് ഗംഗാമാതാക്കി ജയും വിളിക്കും. എല്ലാ മാലിന്യവും അതിൽ കൊണ്ടിട്ട് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടം അത് ഇതെല്ലാം കൊണ്ടുപോയി ഇടുക, ഗംഗാമാതാക്കി ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ. ഇന്ത്യ മുഴുവനുണ്ട്, എവിടെ പോയാലും. പക്ഷേ നമ്മൾ ഇവിടങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പൂജാതി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല ക്ലീനാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ആകർഷണം ഈ പ്രകൃതി, ശുദ്ധമായ പ്രകൃതി, അല്ലാതെ വലിയ കെട്ടിടങ്ങളും അതും ഇതുമല്ല. അത് നമുക്ക് നന്നായി അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോരണം. ഈവൻ ഹിമാലയം പോലും ഇപ്പം വലിയ കഷ്ടമാണ് അതിൻ്റെ കാര്യം. അവിടെയാണ് ഭഗവാൻ ഇത് പറയുന്നത്. തുടർന്ന് പറയണം, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഒരു പ്രധാനപ്പെട്ട ശ്ലോക, നമുക്കിത് നാളെ പരിചയപ്പെടാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.